Hi friends, welcome to my channel. New video കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും സബും മറക്കല്ലേ. ഓക്കെ, നമുക്ക് വീഡിയോ നോക്കാം. വീഡിയോ എന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയി കണ്ടൊരു കാഴ്ചയാണ്. ഒരു കുതിര അവിടുത്തെ യജമാനിൻ്റെ അടുത്തും ചാരി വന്നിരിക്കുകയാണ്. ഭക്ഷണം കൊടുക്കാനായിട്ട് അതിൻ്റെ കൂട് തുറന്ന സമയത്ത് അതിനകത്ത് വെളിയിലേക്ക് ചാരി ഞങ്ങളുടെ സ്ഥലത്തെത്തി. നമ്മൾ മാർക്കറ്റിൽ പോയി വരുന്ന വഴിക്ക് അവനെ കണ്ടതാണ്. അങ്ങനെ കണ്ട രസം തോന്നി. അവനിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ തനിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി. എന്താണെന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ കൂടെ ആളുണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആണ്. പിന്നീടാണ് അറിയുന്നത് അവൻ ചാടി വന്നവനാണ്. കണ്ടോ, അവൻ വന്നിങ്ങനെ റോഡിൻ്റെ അവിടെ വന്നിങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ കുതിരി മാറുകയാണ്. വണ്ടിക്കാരൊക്കെ അവർ മാക്സിമം സൈഡ് ഒതുക്കിയൊക്കെയാണ് അവർ പോകുന്നത്. അതിൻ്റെ കൂടെയുള്ള ആൾക്കാരും അതേ പിടിക്കാൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായി ചാടി വന്നതാണെന്നുള്ളത്. എന്തായാലും കൊള്ളാം. കുറച്ച് നേരത്തേക്ക് ആലപ്പുഴക്കാർക്ക് ഇച്ചിരി കൗതുകം നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഏരിയയിലേക്ക് കറങ്ങി നടന്നു കേട്ടോ. റോഡിലൂടെയൊക്കെ അതിനിങ്ങനെ വിലാത്തിക്കൊണ്ട് നടക്കാം. അവന് യാതൊരു വിഷമവും ഇല്ല. വരുന്ന വണ്ടിക്കാരൊക്കെ അവർ സൈഡൊക്കെ ഒഴുകിയും മാറിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. കാര്യം അവന് ഇങ്ങനെ പോകണമല്ലോ. ഇപ്പം വരുന്നില്ലോ എന്നാരും കാണുന്നൊന്നുമില്ല. ഇതിങ്ങനെ അടുത്ത് വരുമ്പോഴാണ് അങ്ങനെ സാധനം പോകുന്ന പോലെ ആൾക്കാർ അറിയുന്നത്. അത് നമുക്ക് കണ്ടു നോക്കാം. അവൻ്റെ ഓട്ടവും ചാട്ടവും അവൻ്റെ ഓരോരോ ആക്ഷനൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ പേടിച്ചാരണ്ടാണ് ആൾ പോകുന്നത്. വലിച്ച് ബുദ്ധിമുട്ടാണ്. ആരും പിടിക്കണമെങ്കിൽ തന്നെ ഇച്ചിരി പാടാണ്. അവൻ്റെ കഴുത്തിൽ കയറോ കാര്യമൊന്നുമില്ല. മുപ്പേർ പോലെ മുഖത്തിൽ കെട്ടലോ ഈ കടിഞ്ഞാണെന്നൊക്കെ പറയുമല്ലോ, അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും അതിന് ഒരിക്കലും അതിങ്ങനെ തുള്ളി ചാടിയാണ്. വാലൊക്കെ ചാടി അവൻ്റെ പൂക്കണ്ടില്ലേ, സൂപ്പറായിട്ടല്ലേ, കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ചില സിനിമയിലേക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുതിരകളൊക്കെ ചുമ്മാ ഇങ്ങനെ റോഡിലൂടെയൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്ന് നേരിട്ട് കണ്ടു. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ആരുമില്ലാതെ ഒരു കടിഞ്ഞാണുമില്ലാതെ ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. എല്ലാവരും ഇങ്ങനെ അവനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറകെ പോകുമ്പോൾ ആൾക്കാർ വെച്ച് നമ്മുടെ കുതിരയാണോ എന്നൊക്കെ ഒരു ചോദിച്ചു കേട്ടോ. നമ്മളൊന്നില്ല, അതിൻ്റെ ആൾക്കാർ ഓണർ കുറേ വരുന്നുണ്ട്. നല്ല രസമാണ്. മാലക്കാറ്റുള്ള ആ നടത്തൊക്കെ കാണാൻ എന്ത് രസമെന്നുള്ളത്. എന്തായാലും കൊള്ളാം, നല്ലൊരു കാഴ്ച. അത് താഴേക്ക് എന്തൊക്കെ ഉണ്ടെന്നൊക്കെയാണ് നോക്കുന്നത്. അല്ല, കഴിക്കാൻ കിട്ടുന്നുണ്ടോ, വെള്ളമുണ്ടോ, ഇങ്ങനെ ടാറിട്ട റോഡൊക്കെ ഒന്ന് മണപ്പിച്ച് അവൻ എന്താണ് മണപ്പിക്കുന്നത് അറിഞ്ഞില്ല. അവൻ്റെ ഏരിയയിൽ എത്തിയോ ഇല്ലയോ എന്നായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. അപ്പോൾ വന്ന വഴിയെല്ലാം തിരിച്ചു പോകാനാണോ മണപ്പിച്ച് നോക്കുന്നത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ വന്ന വഴിയല്ല, ഇവ വന്നിരിക്കുന്നത് പുതിയ വഴിയിലാണ്. അവനവിടെ അവരൊക്കെ ആട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ആശാൻ നോക്കിയേ, അവൻ്റെ ആട്ടം കണ്ടില്ലേ, കാണാൻ രസം. അവരൊരു കൂസലും ഇല്ല. റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ മാറി വലിയ ആടിങ്ങനെ വാലൊക്കെ ആട്ടിങ്ങനെ സ്റ്റഡിയായിട്ട് നടക്കുക. പിടിക്കാൻ നോക്കിയാണേ, ചാടിപ്പോയി. അവൻ അവിടെ നിന്നും വിട്ടുപോയി കേട്ടോ. അവനെ കുതിരി കാറ് കണ്ട ആ കാറുകാരൻ കണ്ട് ഇല്ലെങ്കിൽ പണി കിട്ടിയാണ് കേട്ടോ. അവിടെ വേറെ വണ്ടി കൊണ്ട് കാര്യം അയാൾ ടേണിങ്ങാണ് കേട്ടോ. ഈ ടേണിങ് വെച്ചാൽ തൊട്ട് മുന്നിൽ വന്നവൻ പെട്ടുപോയതാണ്. എന്തായാലും അവൻ ചാടി പോയിട്ടുണ്ടാണ് കേട്ടോ. കുറച്ച് നേരം അവന് ഓടി കേട്ടോ, കുറേ ഓടിയിട്ടുണ്ടാണ്. കഷ്ടപ്പെട്ട് ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറം വന്നതാണ്. അവിടെ വലികുളം പള്ളീൻ്റെ അതിൽ കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവനവിടെ വീണ്ടും അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് എടുത്തോണ്ട് വീഡിയോ കേട്ടോ. അപ്പം അവൻ്റെ ഓട്ടം കാണാൻ നല്ല രസമാണ്, ഒറ്റക്കുള്ള ഓട്ടം. അപ്പോൾ ചങ്ങായിമാരെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ സബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ.